2012 ഒക്ടോബർ 24 അമേരിക്കയിലെ പെൻസിൽവേനിയ. അയൽവാസിയുടെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന പ്രസാദ് ഹാളിലെ സോഫയിൽ ദുഃഖഭാരത്തോടെ ഇരിക്കുകയായിരുന്നു. അവന്റെ മുന്നിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയാൻ പോകുന്ന മറുപടിക്കായി അവൻ കാത്തിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ 13 പേരുടെ ഫിംഗർ പ്രിന്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 11 സ്ത്രീകളും 2 പുരുഷന്മാരുമുണ്ട്. അത് പറഞ്ഞ് അവരുടെ ഫോട്ടോകളും പേരുകളും അടങ്ങിയ ഒരു ലിസ്റ്റ് പ്രസാദിന് കൈമാറി. ഇത് കണ്ട പ്രസാദ് ഞെട്ടി പോലീസിനെ നോക്കി. അവന്റെ മുഖഭാവം കണ്ട പോലീസ് പറഞ്ഞു, അതെ പ്രസാദ്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ ഫ്ളാറ്റിലെ ഈ ഇരുവരുടെയും ഫിംഗർ പ്രിന്റ്സും നിങ്ങളുടെ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നിരുന്ന 40 വയസ്സുള്ള കൃഷ്ണരാജും അവന്റെ 30 വയസ്സുള്ള ഭാര്യയെയും അവർ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. അവരെ നോക്കിയിട്ട് പ്രസാദ് പോലീസിനോട് പറഞ്ഞു, സർ, എന്റെ അമ്മ കൊല്ലപ്പെട്ട ദിവസം ഈ ഇരുവരും എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അവരുടെ മകന്റെ ജന്മദിന പാർട്ടിക്ക് ഞങ്ങളെ ക്ഷണിക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമേ ഇവരുണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ നൽകിയ ലിസ്റ്റിലുള്ള എല്ലാവരും എന്റെ മകളെയും അമ്മയെയും കാണാൻ ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഞങ്ങളുടെ ഫ്ളാറ്റിൽ നിന്നും കിട്ടിയത്. ഇത് കേട്ട പോലീസ് പറഞ്ഞു, പ്രസാദ്, നിങ്ങൾക്ക് ഇവരിൽ സംശയം ഇല്ലെങ്കിലും ഞങ്ങളുടെ സംശയം തീർക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഈ കേസിൽ ഞങ്ങൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയ പട്ടിക ഞങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തിയതും മകളെ തട്ടിക്കൊണ്ടുപോയതും ഈ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ താമസിക്കുന്ന 5ാം നിലയിലെ ചിലരെയാണ് ഞങ്ങൾ ശക്തമായി സംശയിക്കുന്നത്. അതോടൊപ്പം കൃഷ്ണരാജിന്റെയും ഭാര്യയുടെയും DNA പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പോലീസുകാർ അറിയിച്ചു. ഈ ഫ്ളാറ്റ് മാത്രമല്ല, 5ാം നിലയിലെ മുഴുവൻ ഫ്ളാറ്റുകളും പരിശോധിക്കാൻ ഞങ്ങൾക്ക് റിസർച്ച് വാറന്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് കേട്ട ആദ്യം പ്രസാദും ഭാര്യയും ഞെട്ടിപ്പോയി. പക്ഷെ പോലീസ് പറഞ്ഞ അന്വേഷണ വിവരങ്ങൾ കേട്ടപ്പോൾ അവർക്ക് പോലീസിന്റെ വാക്കുകൾ ശരിയാണെന്ന് തോന്നി. അപ്പോൾ പോലീസ് പറഞ്ഞ പ്രധാനപ്പെട്ട സൂചന എന്താണ്? അതുപയോഗിച്ച് എങ്ങനെയാണ് സംശയ പട്ടിക തയ്യാറാക്കിയത്? കൃഷ്ണരാജിനും ഭാര്യയ്ക്കും ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ 5ാം നിലയിലെ മറ്റാരെങ്കിലുമാണോ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളി? അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും ഗൗരവമായി ചർച്ചയായ പ്രസാദ് കുടുംബ കൊലക്കേസിന്റെ 2ാം ഭാഗമാണിത്. ആദ്യ ഭാഗം ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായും വ്യക്തമാവുകയുള്ളൂ. പ്രസാദ് താമസിച്ചിരുന്ന 5ാം നിലയിൽ ആകെ 10 ഫ്ളാറ്റുകളാണ് ഉള്ളത്. ആ 10 ഫ്ളാറ്റുകൾക്കിടയിൽ ഒരു പടിക്കെട്ടുണ്ടായിരുന്നു. പടിക്കെട്ടിന്റെ ഇടതുവശത്ത് 5 ഫ്ളാറ്റുകളും വലതുവശത്ത് 5 ഫ്ളാറ്റുകളും. അതുമാത്രമല്ല, 5ാം നിലയിലേക്ക് ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നോക്കാൻ പടിക്കെട്ടിന് സമീപം ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. കൂടാതെ ലിഫ്റ്റിലും ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. അതായത് ഈ 2 ക്യാമറകളുടെയും ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രസാദിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ ആ ദിവസത്തിൽ ആ ഫ്ലോറിലേക്ക് വന്നവരും പോയവരെയും എല്ലാം പോലീസ് പരിശോധിച്ചു. ആകെ 67 പേർ. അതിൽ 39 പേർ അതേ ഫ്ളാറ്റിൽ താമസിക്കുന്നവരാണ്. മറ്റുള്ളവർ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലിക്കാർ, കൊറിയർ ഡെലിവറി ചെയ്യുന്നവർ തുടങ്ങിയവർ. ഇങ്ങനെ 8 പേർ. ഇവരെല്ലാവരെയും പോലീസ് ഇതിനകം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആരുടെ കൂടെയും പ്രസാദിന്റെ ഈ മകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം മകൾ എവിടെയാണെന്നുള്ളതിന് യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചില്ല. അപ്പോഴാണ് ഈ കേസിൽ അവർ ശരിയായി പരിശോധിക്കാതെ വിട്ടുപോയ ഒരു ചെറിയ കാര്യം അവരുടെ മനസ്സിൽ വീണ്ടും ഉയർന്നു വന്നത്. അതെ, ഈ വീഡിയോയുടെ 1ാം ഭാഗത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം. പ്രസാദിന്റെ വീട്ടിലെ ഹാളിൽ നിന്നും കണ്ടെത്തിയ പണം ആവശ്യപ്പെട്ട ഭീഷണി കത്ത്. ആ കത്തിലാണ് പോലീസിന് വീണ്ടും സംശയം തോന്നിയത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ആ കത്തിന്റെ തുടക്കത്തിൽ ശിവ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പ്രസാദിന്റെ മകൾ കാണാതായ സമയത്ത് ആ കത്തിൽ ശിവ എന്ന പേരിൽ പറഞ്ഞുകൊണ്ടാണ് പണം ആവശ്യപ്പെട്ടത്. പോലീസ് ആദ്യം ചോദിച്ചത്, നിങ്ങളുടെ പേര് പ്രസാദ് അല്ലേ? അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ശിവ എന്ന് എഴുതിയിരുന്നു? അതിനുള്ള മറുപടിയായി പ്രസാദ് പറഞ്ഞത്, എനിക്ക് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ശിവ. പക്ഷെ അന്ന് പോലീസിന്റെയും മുഴുവൻ ശ്രദ്ധ കൊലയാളിയെ കണ്ടെത്തുന്നതിലായിരുന്നു. അതുകൊണ്ട് ആ പേര് അവർ ഗൗരവമായി എടുത്തില്ല. പിന്നീട് അന്വേഷണം മുഴുവനും ഡെഡ് എൻഡിൽ എത്തി നിൽക്കുമ്പോൾ ശിവ എന്ന ആ പേര് അവർ വിട്ടുപോയ പ്രധാനപ്പെട്ട സൂചനയായിരിക്കാം എന്നവർക്ക് തോന്നി. അത് വീണ്ടും പ്രസാദിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഈ ഫ്ളാറ്റിലുള്ള എല്ലാവരും എന്നെ ശിവ എന്ന് വിളിക്കും. അതോടൊപ്പം കത്തിൽ ലതയുടെ പേരും ഉണ്ടായിരുന്നു. അതിലൂടെ പോലീസ് എത്തിച്ചേർന്ന നിഗമനം എന്തെന്നാൽ, ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ, അതായത് പ്രസാദിനെയും ലതയെയും നന്നായി അറിയുന്നവർ തന്നെയായിരിക്കണം ഈ കുറ്റകൃത്യം ചെയ്തത്. പോലീസ് ഇതിൽ ഉറച്ചു നിന്നു. ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഗൗരവമായി മുന്നോട്ട് പോയി.
പ്രസാദ് താമസിച്ചിരുന്ന 5-ാം നിലയിലെ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി പോലീസ് ഒരു നിർണായക നിഗമനത്തിലെത്തി. ലിഫ്റ്റ് ഉപയോഗിച്ച് ആ നിലയിലേക്ക് വന്ന ആരെങ്കിലും ഈ കുറ്റകൃത്യം ചെയ്തിരിക്കാം. അല്ലെങ്കിൽ ലിഫ്റ്റും പടിക്കെട്ടും ഉപയോഗിക്കാതെ അതേ നിലയിൽ തന്നെ താമസിക്കുന്ന ആരെങ്കിലും ഇത് ചെയ്തിരിക്കാം. കൂടാതെ കാണാതായ പ്രസാദിന്റെ മകൾ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഫ്ളാറ്റിൽ ഉണ്ടാകാം എന്നും അവർ സംശയിച്ചു. അതുകൊണ്ട് 5-ാം നിലയിലെ എല്ലാ ഫ്ളാറ്റും പരിശോധിക്കാൻ പോലീസ് സെർച്ച് വാറന്റ് എടുത്തു. പ്രസാദിന്റെ വീട്ടിൽ കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ്സ്, അവരുടെ എല്ലാ DNA ശേഖരിച്ചു. അത് പ്രസാദിന്റെ അമ്മയുടെ വസ്ത്രത്തിൽ കണ്ടെത്തിയ മുടിയുമായി താരതമ്യം ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ അവരുടെ കഠിനാധ്വാനത്തിന് യാതൊരു ഫലവും ലഭിച്ചില്ല. കാരണം പ്രസാദിന്റെ മകൾ ആ ഫ്ളാറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സംശയ പട്ടികയിലുള്ളവരുടെ DNA മുടിയുമായി പൊരുത്തപ്പെട്ടില്ല. പോലീസ് വളരെ ബുദ്ധിപരമായി കൊലയാളിയുടെ അടുത്തേക്ക് എത്തി എന്ന് തോന്നിയെങ്കിലും കേസ് വീണ്ടും തുടക്കത്തിലേക്ക് തന്നെ പോയി. ഇപ്പോൾ പോലീസ് മറ്റൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. 5-ാമത്തെ നിലയിൽ താമസിക്കുന്ന 11 പുരുഷന്മാരുടെ DNA എടുത്ത് അത് പരിശോധിക്കാൻ അയച്ചു. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ആ 11 പേരുടെ DNA എടുത്തത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം പ്രസാദിന്റെ വീട്ടിൽ കണ്ടെത്തിയ മുടി ഒരു പുരുഷന്റേതായിരിക്കണം. ഇതിനകം സംശയ പട്ടികയിൽ ഉണ്ടായിരുന്ന 2 പേരുടെ DNA പൊരുത്തപ്പെട്ടില്ല. അതുകൊണ്ടാണ് ശേഷിക്കുന്ന 11 പേരുടെയും DNA പരിശോധന നടത്തിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ നിലയിലെ 2 CCTV ക്യാമറകളും പടിക്കെട്ടിനെയും ലിഫ്റ്റിനെയും മാത്രമാണ് നേരിട്ട് കാണുന്നത്. അതായത് ആ നിലയിൽ താമസിക്കുന്ന ഒരാൾ ആ ഫ്ലാറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് വരുന്നത് ക്യാമറയിൽ കാണില്ല. അതിനാലാണ് പ്രസാദിന്റെ മകൾ കാണാതായ ദിവസം ആ നിലയിലുള്ള എല്ലാ പുരുഷന്മാരുടെയും DNA ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. അതുമാത്രമല്ല, ആ നിലയിലെ എല്ലാവരുടെയും കൈയെഴുത്ത് മാതൃകയും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ഇങ്ങനെ പോലീസ് ഫലത്തിനായി കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ ഈ കേസിന് വലിയൊരു വഴിത്തിരിവായി മാറി. 2012 ഒക്ടോബർ മാസം 25 പ്രസാദിന്റെ മകളെ കാണാതായി 3 ദിവസം കഴിഞ്ഞു. അന്ന് രാവിലെ ഏകദേശം 6 മണിയോടെ പ്രസാദ് താമസിച്ചിരുന്ന അതേ അപ്പാർട്ട്മെന്റിന്റെ ആദ്യ നിലയിൽ ഒരു ജിം ഉണ്ടായിരുന്നു. 37 വയസ്സുള്ള ഒരു ജിം ട്രെയിനർ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചു. അവൻ എപ്പോഴത്തെയും പോലെ ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. ജിം ഉപയോഗിക്കുന്നവർ ക്ഷീണിച്ചാൽ വിശ്രമിക്കാൻ ഒരു ചെറിയ മുറിയും അവിടെ ഉണ്ടായിരുന്നു. അവൻ ആ മുറിയിലേക്ക് പോയി. ലൈറ്റ് ഓൺ ചെയ്തിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ അവൻ ശ്രദ്ധിച്ചത് അവന്റെ ഷൂ ലേസ് അഴിഞ്ഞു പോയിട്ടുണ്ട്. അത് കെട്ടാനായി അയാൾ താഴെ ഇരുന്നു. അപ്പോഴാണ് ഒരു ബെഞ്ചിനടിയിലായി ഒരു നീല നിറമുള്ള ബാഗ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ബാഗ് എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചിന്തിച്ചു. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടാകാം എന്ന് കരുതി ആ ബാഗ് തുറന്നപ്പോൾ ചീപ്പ്, പൗഡർ, ഒരു വലിയ തുണി. എന്നാൽ അതിനോടൊപ്പം ഒരു അസഹനീയമായ ദുർഗന്ധവും അവൻ ശ്രദ്ധിച്ചു. ആ തുണി മാറ്റിയപ്പോൾ കണ്ട കാഴ്ച അവനെ ആകെ ഞെട്ടിച്ചു. കാരണം അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജിം ട്രെയിനർ ഭയന്നുപോയി. അവൻ ഉടൻ പോലീസിനെ വിളിച്ചു. അവൻ ചെയ്ത ഫോൺ കോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ കേസിന് വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിൻ്റെ മൃതദേഹം പരിശോധിച്ചു. അത് പ്രസാദിന്റെ മകളുടേതാണെന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞ് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ആദ്യം ആ ബാഗ് ജിമ്മിനുള്ളിൽ കൊണ്ടുവന്നത് ആരാണ്? ജിമ്മിൽ വ്യായാമം ചെയ്യുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു. ജിം ട്രെയിനർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന്. ആ ബെഞ്ച് വിശാലമായതിനാൽ അതിനടിയിൽ ബാഗ് ഉണ്ടായിരുന്നത് തങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നും അവർ പറഞ്ഞു. ഇപ്പോൾ പോലീസ് മറ്റൊരു മാർഗം തിരഞ്ഞെടുത്തു. കുഞ്ഞിന്റെ മൃതദേഹം ആ നീല ബാഗിനുള്ളിലായതിനാൽ പ്രസാദ് താമസിച്ചിരുന്ന 5-ാം നിലയിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു. അങ്ങനെ ഒരു ബാഗുമായി ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കി. അതുപോലെ ജിം സ്ഥിതി ചെയ്യുന്ന ആ നിലയിലുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. അപ്പോഴാണ് നിർണായകമായ ഒരു ദൃശ്യം കിട്ടിയത്. പ്രസാദിന്റെ മകൾ കാണാതായ ദിവസം വൈകുന്നേരം ഏകദേശം 4:15 അതേ 5-ാം നിലയിൽ നിന്നും ഒരു യുവാവ് നീല ബാഗുമായി പടിക്കെട്ടിൽ നിന്നും താഴേക്ക് പോകുന്നത് റെക്കോർഡായി. 15 മിനിറ്റിന് ശേഷം ഏകദേശം 4:30 അവൻ അപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രവേശന കവാടം വഴി പുറത്തേക്ക് പോയതും രേഖപ്പെടുത്തി. അടുത്ത 2 മണിക്കൂറിന് ശേഷം അവൻ വീണ്ടും അതേ ബാഗുമായി മടങ്ങി വന്നു. അതും CCTVയിൽ കണ്ടു. അതുമാത്രമല്ല, അടുത്ത ദിവസം രാവിലെ 7:20 അവൻ അതേ ബാഗുമായി ആദ്യ നിലയിലുള്ള ജിമ്മിലേക്ക് പോകുന്നതും CCTVയിലൂടെ കാണുന്നുണ്ട്. എന്നാൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ അവൻ ബാഗ് ഇല്ലാതെ ജിമ്മിൽ നിന്നും പുറത്തേക്ക് നടന്നു പോകുന്നതും കണ്ടു. ആ ദൃശ്യങ്ങളിൽ കാണപ്പെട്ട ആ യുവാവ് ആരാണ്? പരിശോധനയിൽ കണ്ടെത്തിയത് പ്രസാദിന്റെ ഫ്ളാറ്റിൽ നിന്നും 2 ഫ്ളാറ്റ് അകലെ താമസിച്ചിരുന്ന 26 വയസ്സുള്ള രഘുനന്ദൻ. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രസാദിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ DNA-യും കൈയെഴുത്തും രഘുനാഥന്റേതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് നൽകി. DNA എങ്ങനെയാണ് ഇത്ര വേഗം പൊരുത്തപ്പെട്ടത് എന്ന് നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാം.
മുൻപ് പറഞ്ഞതുപോലെ 5-ാം നിലയിൽ താമസിക്കുന്ന എല്ലാ പുരുഷന്മാരുടെയും DNA നേരത്തെ തന്നെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. രഘുനന്ദൻ അതേ നിലയിൽ താമസിച്ചിരുന്നതിനാൽ അവന്റെ DNAയും ഇതിനകം പരിശോധനയിലുണ്ടായിരുന്നു. അതിനാൽ ഒക്ടോബർ 26-ന് പോലീസ് രഘുനന്ദനെ അവന്റെ ഫ്ളാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യം അവൻ എല്ലാം നിഷേധിച്ചു. ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് CCTV ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ, ബാഗുമായി പോകുന്ന തെളിവുകളെല്ലാം മുന്നിൽ വെച്ചപ്പോൾ അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം സമ്മതിക്കാൻ തുടങ്ങി. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പൗരന് മരണശിക്ഷ ലഭിച്ച കേസായി ഇത് മാറി. അവൻ കുറ്റം സമ്മതിച്ചതിന് പിന്നിലെ കാരണം എന്താണ്? അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്. ആന്ധ്രാപ്രദേശിൽ BA കമ്പ്യൂട്ടർ സയൻസ് പഠനം പൂർത്തിയാക്കിയ രഘുനന്ദൻ വിവാഹത്തിന് ശേഷം അമേരിക്കയിൽ ജോലി നേടി അവിടെ സ്ഥിരതാമസമായി. ശമ്പളം നല്ലതായിരുന്നു. പക്ഷെ ആ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ വലിയ കടബാധ്യതയിൽ വീണു. കാരണം അവൻ കാസിനോ എന്ന ചൂതാട്ട കേന്ദ്രത്തിലേക്ക് പോകാൻ തുടങ്ങി. ലോഭം നാശത്തിന് വഴിയൊഴുക്കുമെന്ന ഒരു പഴമൊഴി പോലെ കൈവശമുള്ള പണം മുഴുവനും നഷ്ടപ്പെടുത്തി. കൂടാതെ ഏകദേശം 25 ലക്ഷം രൂപ കടമെടുത്ത് അത് മുഴുവനും ചൂതാട്ടത്തിൽ നഷ്ടപ്പെടുത്തി. പണം കടം കൊടുത്തവർ അവനെ നിരന്തരം വിളിച്ച് തിരിച്ചു നൽകാൻ സമ്മർദ്ദം ചെലുത്തി തുടങ്ങി. പണം കൊടുക്കാത്ത പക്ഷം വീട്ടിൽ വന്ന് അവനെ അപമാനിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ചൂതാട്ടത്തിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട കാര്യം ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. ഭാര്യ അറിഞ്ഞാൽ അവൾ സ്വന്തം വീട്ടിലേക്ക് പോകും. താൻ നാണം കെടുമെന്നവൻ ഭയന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയത്തിലും സമ്മർദ്ദത്തിലും കഴിയുമ്പോഴാണ് അവരുടെ അയൽവാസികൾ ഒരു ജന്മദിന പാർട്ടിക്ക് രഘുനന്ദനെയും ഭാര്യയും ക്ഷണിച്ചത്. അവൻ പാർട്ടിക്ക് പോകുമ്പോൾ പ്രസാദിന്റെ അമ്മ സത്യവതി പ്രസാദിന്റെ മകളോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവന്റെ ശ്രദ്ധ ആ കുഞ്ഞിന്റെ കഴുത്തിലെ വിലപിടിപ്പുള്ള മാലയിലേക്ക് തിരിഞ്ഞു. അവൻ അവരുടെ അടുത്തു പോയി സൗഹൃദപരമായി സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിനിടെ ആ മാലയുടെ വില ഏകദേശം 8 ലക്ഷം രൂപയാണെന്ന് അറിഞ്ഞു. ആന്ധ്രയിൽ നിന്ന് വരുമ്പോൾ പ്രസാദിന്റെ മാതാപിതാക്കൾ സമ്മാനമായി കുഞ്ഞിന് നൽകിയതാണെന്നും പറഞ്ഞു. മാത്രമല്ല, പ്രസാദും ഭാര്യയും സമ്പാദിക്കുന്ന പണം മുഴുവനും അവർ സേവ് ചെയ്യാറുണ്ടെന്നും സത്യവതിയിലൂടെ അവൻ മനസ്സിലാക്കി. ആ സമയത്ത് അവന്റെ മനസ്സിൽ ക്രൂരമായൊരു പദ്ധതി വന്നു. തന്റെ കടബാധ്യതകൾ തീർക്കാൻ പ്രസാദിന്റെ ആഭരണങ്ങളും ബാങ്ക് ബാലൻസും തന്റെ കയ്യിലെത്തണം എന്നവൻ തീരുമാനിച്ചു. അതേ ചിന്തയോടെ അവൻ ഒരു ദിവസം പ്രസാദിന്റെ വീട്ടിലേക്ക് പോയി. കോളിംഗ് ബെൽ അമർത്തി. വാതിൽ തുറന്നത് സത്യവതിയായിരുന്നു. ജന്മദിന പാർട്ടിയിൽ സൗഹൃദത്തോടെ സംസാരിച്ച അയൽക്കാരൻ എന്ന വിശ്വാസത്തിൽ അവൾ അവനെ അകത്തേക്ക് വിളിച്ചു. അകത്തു വന്ന ശേഷം അവൻ പറഞ്ഞു, "എന്റെ ഭാര്യ ഗർഭിണിയാണ്. ബേബി ഷവർ ചടങ്ങ് നടത്തണം. അതെങ്ങനെ നടത്തണമെന്ന് ചോദിക്കാൻ വന്നതാണ്." ഇത് കേട്ട് സത്യവതി സന്തോഷിച്ചു. "ആദ്യം നമുക്കൊരു കപ്പ് കാപ്പി കുടിക്കാം" എന്ന് പറഞ്ഞിട്ട് ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് നടന്നു. അപ്പോൾ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി പുറത്തേക്കെടുത്തു. അവരെ പിന്തുടർന്ന് പതിയെ അടുക്കളയിലേക്ക് പോയി. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അവൻ പിന്നിൽ നിന്നും സത്യവതിയുടെ വായ മൂടി കഴുത്തിൽ കുത്താൻ തുടങ്ങി. എന്ത് സംഭവിക്കുന്നു എന്ന് പോലും മനസ്സിലാകാതെ സത്യവതി അവനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൾ അവൻ്റെ തലയ്ക്കും കവിളിലുമെല്ലാം അടിച്ച് പിടിച്ചു വലിച്ചു. അതിനാലാണ് അവൻ്റെ മുടി അവളുടെ സാരിയിൽ കണ്ടെത്തിയത്. പക്ഷെ കഴുത്തിൽ കുത്തേറ്റ അവൾ ചില നിമിഷങ്ങൾക്കകം നിലത്ത് വീണു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ രക്തം വാർന്നു മരിച്ചു. അവൾ വീഴുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ വീണു. ആ ശബ്ദം കേട്ട പ്രസാദിന്റെ മകൾ കരയാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് രഘുനന്ദൻ ഭയന്നു. കുഞ്ഞു കരഞ്ഞാൽ താൻ പിടിക്കപ്പെടും എന്നവൻ മനസ്സിലായി. കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായി അവൻ തന്റെ കർച്ചീഫ് കുഞ്ഞിന്റെ വായിലേക്ക് തിരികെ കയറ്റി. ഒരു തുവാലെടുത്ത് അവളുടെ വാ കെട്ടിവെക്കുകയും ചെയ്തു. അതിനുശേഷം പ്രസാദിന്റെ ഫ്ളാറ്റിൽ നിന്നും സ്വന്തം ഫ്ളാറ്റിലേക്ക് പോയി. അവിടെ ഉറങ്ങിക്കിടന്ന ഭാര്യ അറിയാതിരിക്കാനായി ഒരു വലിയ ബാഗ് എടുത്ത് വീണ്ടും പ്രസാദിന്റെ വീട്ടിലെത്തി. ഇപ്പോൾ കുഞ്ഞിനെ ബാഗിനുള്ളിൽ വെച്ച് മുകളിലൂടെ വലിയ തൂവാല കൊണ്ട് മൂടി. ആരെങ്കിലും ബാഗ് തുറന്നാൽ സംശയം തോന്നാതിരിക്കാനായി മുകളിൽ പൗഡറും ചീപ്പും വെച്ചു. അതിനുശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്നു. ഏകദേശം 15 ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങൾ എടുത്തു. 4-5 പേർ ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയി എന്ന പോലെ തോന്നിക്കാൻ പണം ആവശ്യപ്പെട്ട ഒരു ഭീഷണി കത്തെഴുതി മേശപ്പുറത്ത് വെച്ചു. ബാഗുമായി അവൻ പുറത്തിറങ്ങി. നഗരത്തിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് സമയം ചിലവഴിക്കാനിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ ടോയ്ലറ്റിൽ ബാഗുമായി പോയി. ബാഗ് തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കുഞ്ഞ് അനങ്ങാതെ കിടക്കുകയാണ്. ഉടൻ അവൻ കുഞ്ഞിന്റെ വായിൽ കെട്ടിയിരുന്ന തൂവാല നീക്കി. ഹൃദയമിടിപ്പ് പരിശോധിച്ചു, നാഡി പരിശോധിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. താൻ വായ കെട്ടിയതുകൊണ്ട് കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അത് മനസ്സിലായ നിമിഷം അവൻ മുഴുവൻ ഭയത്തിൽ മുങ്ങിപ്പോയി. കത്തിലെഴുതിയതുപോലെ പ്രസാദിന്റെ ഭാര്യ പറഞ്ഞ സ്ഥലത്ത് വന്നാൽ ആ പണം വാങ്ങി കുഞ്ഞെ തിരികെ നൽകാമെന്നായിരുന്നു അവൻ ആദ്യം കരുതിയത്.
പക്ഷെ കുഞ്ഞ് ഇതിനകം മരിച്ചല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചവൻ വീണ്ടും ബാഗുമായി തന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങി. ഭാര്യ അറിയാതിരിക്കാനായി ബാഗ് കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു. ആ രാത്രി മുഴുവനും ഉറങ്ങാതെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് അവൻ ദിവസവും വ്യായാമം ചെയ്യുന്ന ജിം ഓർമ്മ വന്നത്. അടുത്ത ദിവസം രാവിലെ ബാഗ് എടുത്ത് ജിമ്മിലേക്ക് പോയി. സാധാരണ പോലെ വർക്കൗട്ട് ചെയ്യുന്നത് പോലെ നടിച്ചു. ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് ബാഗ് എടുത്ത് വിശ്രമ സ്ഥലത്ത് വച്ചു. അവിടെ ബെഞ്ചിനടിയിൽ ബാഗ് ഒളിപ്പിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ വീണ്ടും തന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങി. പുറത്തുനിന്ന് വന്ന ആരോ ബാഗ് വെച്ചുകൊണ്ട് പോയതാണ് എന്ന് എല്ലാവരും കരുതണമെന്നായിരുന്നു അവന്റെ പദ്ധതി. പക്ഷെ അവൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്: CCTV ക്യാമറ. പ്രസാദിന്റെ വീട്ടിലേക്ക് പോയ നിമിഷം മുതൽ ഇതുവരെ സോക്സും ഗ്ലൗസും ധരിച്ചിരുന്നതിനാൽ അവന്റെ ഫിംഗർ പ്രിന്റ്സോ കാലടയാളമോ കുറ്റകൃത്യ സ്ഥലത്ത് കണ്ടെത്താനായില്ല. ഇത്ര വലിയ കുറ്റം ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന പോലെ അവൻ മറ്റ് ഫ്ളാറ്റ് വാസികളോട് ചേർന്ന് പ്രസാദിന്റെ മകളെ തിരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ മിസ്സിംഗ് പോസ്റ്ററുകൾ നഗരമെങ്ങൊട്ടിച്ചു. പക്ഷേ കുറ്റസമ്മതത്തിന് ശേഷം അവൻ മോഷ്ടിച്ച ആഭരണങ്ങളും കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് അവന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി. 2014 നവംബർ മാസം 20 കോടതി ഈ കേസ് പരിഗണിച്ചു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക്, രഘുനന്ദന്, മരണശിക്ഷ വിധിച്ചു. ഇതുവരെയും ഒരു ഇന്ത്യൻ പൗരന് അമേരിക്കൻ കോടതിയിൽ മരണശിക്ഷ വിധിച്ചിട്ടില്ല. ആ പട്ടികയിൽ ആദ്യ ആളായത് രഘുനന്ദനാണ്. മരണശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രസാദിന്റെ കുടുംബവും ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരും തങ്ങൾക്ക് നീതി ലഭിച്ചുവെന്ന് ആശ്വസിച്ചു. പക്ഷെ അടുത്ത വർഷം 2015 ഫെബ്രുവരി മാസം 20 വലിയൊരു ഞെട്ടൽ സമ്മാനിച്ച ആ പ്രഖ്യാപനം ഉണ്ടായി. പെൻസിൽവേനിയ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, മരണശിക്ഷാ കേസുകളിൽ ചിലപ്പോൾ നിരപരാധികളും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ അപ്പീൽ ഹർജികൾ പരിശോധിക്കാനും സംരക്ഷിക്കാനും സർക്കാർ വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പെൻസിൽവേനിയയിൽ ഞാൻ ഇനി മരണശിക്ഷ വാറന്റിൽ ഒപ്പിടില്ല. ഇത് കേട്ട ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാർ ഇത് നീതിക്കെതിരാണ് എന്ന് പ്രതിഷേധിച്ചു. യാതൊരു കാരണവുമില്ലാതെ ഒരു വയോധികയെയും കുഞ്ഞിനെയും കൊന്നവൻ ഇങ്ങനെ രക്ഷപ്പെടുമോ? ഇങ്ങനെ അവർ പ്രതിഷേധിച്ചു. അമേരിക്കൻ നിയമപ്രകാരം സ്റ്റേറ്റ് ഗവർണറുടെ ഒപ്പില്ലാതെ മരണശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നുവരെയും അവന്റെ മരണശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ പല കേസുകളിലും പറയുന്ന പോലെ എത്ര പരിചയമുള്ളവരായാലും നിങ്ങളുടെ സാമ്പത്തിക നില, എത്ര പണം, എത്ര ആഭരണം, എത്ര ആസ്തി എന്നിവയൊന്നും ആരോടും തുറന്നു പറയരുത്. പ്രസാദിന്റെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ ദുരന്തത്തിന് കാരണമായത്. അനാവശ്യമായ സ്ഥലങ്ങളിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതും ഒഴിവാക്കണം. രഘുനന്ദൻ ചൂതാട്ടത്തിലേക്ക് വഴുതിയില്ലായിരുന്നെങ്കിൽ അവൻ നല്ല ജീവിതം നയിച്ചേനെ. പ്രസാദിന്റെ നിരപരാധിയായ കുടുംബവും ഇന്ന് സമാധാനത്തോടെ ജീവിച്ചേനെ. കടബാധ്യതയുടെ ഭയത്തിൽ അവൻ 2 ജീവനുകളാണ് എടുത്തത്. ഇന്ന് ജീവിക്കുമോ മരിക്കുമോ എന്ന ഭയത്തിൽ അവൻ ജയിലിൽ കഴിയുകയാണ്. ഒരു സാധാരണ ജന്മദിന പാർട്ടി ഒരു കുടുംബത്തെ പൂർണ്ണമായും തകർത്തു. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട. അടുത്തതായി ഏത് കേസ് വേണം അല്ലെങ്കിൽ ഏത് വിഷയം വേണം എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് കമന്റിൽ പറയാം. ഈ വീഡിയോ ഇതുവരെയും കണ്ടിട്ട് ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.